വിശ്വസിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയെ മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഈ അനാഥാലയത്തിൽ വളരുന്ന മറ്റു പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? അവർ സുരക്ഷിതരാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനൊരു അനാഥാലയത്തിൽ അവരെങ്ങനെ സുരക്ഷയോടെ വളരും? അതാണ് എന്റെ ചോദ്യം. ഇത്രേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇങ്ങനൊരു സംഭവം ഈ അനാഥാലയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാരണം ഒരു അനാഥാലയം എന്ന് പറയുന്നത് അനാഥകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ്. അവർക്ക് അവിടെ സംരക്ഷണം ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ അനാഥാലയം എന്ന പേരും കൊണ്ട് എന്ത് പ്രസക്തിയാണുള്ളത്? അനാഥാലയം എന്ന പേര് മാറ്റി വേറെ എന്തെങ്കിലും പേര് അവിടെ കൊടുക്കേണ്ടി വരും. അത് തൽക്കാലം ഞാൻ പറയുന്നില്ല. ഉള്ളത് പറയാലോ, എനിക്ക് ഇവരോട് യാതൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. 2 ആഴ്ച മുന്നേ പെൺകുട്ടി പ്രസവിച്ച സമയത്ത് ഞാൻ ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. അവസ്ഥ ഇത് തന്നെയാണ്. ഇതേ സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കും നേരിടേണ്ടി വന്നത്. PR വർക്ക് വെച്ച് പ്രതികരിക്കുന്നവരെ കൊണ്ടൊക്കെ തെറി വിളിപ്പിച്ച് പബ്ലിക് സപ്പോർട്ട് നേടിയെടുക്കുകയായിരുന്നു ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് വില പോയില്ല. സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ അത് മറ നീക്കി പുറത്തു വരുമെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ എത്ര PR വർക്ക് വെച്ച് തെറി വിളിപ്പിച്ചാലും അത് കാരണം സത്യം മൂടി വെക്കാമെന്ന് ഒരിക്കലും കരുതണ്ട. സത്യം എന്നാണെങ്കിലും മറ നീക്കി പുറത്തു വരും. കൂടുതലായിട്ടൊന്നും ഞാൻ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണല്ലോ അല്ലേ?